ചെയ്തു പോയ തെറ്റിന് ഷാഫി പറമ്പിലിനോട് മാപ്പ് ചോദിക്കാൻ വരെ തയ്യാറാകുകയാണ് CPM. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ CPM ഏറ്റവും നാണം കെട്ടു നിൽക്കുന്ന ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. ജനാധിപത്യത്തെയും മതേതരത്വത്തെയും പച്ച വർഗീയത കൊണ്ട് നേരിടാൻ ഒരുപക്ഷെ സംഘപരിവാറിനേക്കാളും CPM-ന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ദിവസങ്ങൾ. അങ്ങനെ വടകരയിലെ കാഫീർ വ്യാജ സ്ക്രീൻഷോട്ട് കേസിലെ പോലീസ് കണ്ടെത്തലോടെ ചരിത്രത്തിൽ കാണാത്ത തരത്തിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് CPIM. മതസ്പർദ്ധ ഉണ്ടാക്കാൻ ഇടയാക്കുന്ന സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം പാർട്ടിയുടെ സൈബർ ഇടങ്ങളാണെന്ന കണ്ടെത്തലാണ് CPM-നെ നാലാളുടെ മുന്നിൽ കാണിക്കാൻ കഴിയാത്ത പോലെ മുഖം വികൃതമാക്കിയിരിക്കുന്നത്. പ്രചരിപ്പിച്ചത് DYFI നേതാവ് തന്നെയാണെന്നും പക്ഷേ അബദ്ധത്തിലാണെന്നും സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതിന്റെ അർത്ഥം ഈ പാർട്ടി തന്നെ ഒരു അബദ്ധമാണ് എന്നതാണ്. ഘടകകക്ഷിയായ CPI പറഞ്ഞത് വർഗീയമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഇടത് നയമല്ല എന്നതാണ്. CPM-ന് മുഖമടച്ചു കൊടുത്തിരിക്കുകയാണ് ബിനോയ് വിശ്വം. വർഗീയ പ്രചാരവേലയുടെ രാഷ്ട്രീയമോ ആശയങ്ങളോ ഇടതുപക്ഷത്തിൻ്റെതല്ല എന്നാണ് അദ്ദേഹം ഓർമ്മിപ്പിച്ചത്. ഇത് പ്രചരിപ്പിച്ചത് CPM ആണെന്നും ഷാഫി പറമ്പിലിനെ തോൽപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെയും പാർട്ടിയുടെയും തലയിൽ കെട്ടിവെക്കുമായിരുന്നു എന്ന് എല്ലാവരും മനസ്സിലാക്കിയ സ്ഥിതിക്ക് അതല്ലെന്ന് തെളിയിക്കാൻ CPM-ന്റെ കയ്യിലൊന്നുമില്ല. അതോടെ പ്രതിപക്ഷത്തിന് ഏറ്റവും നല്ല ആയുധം കയ്യിൽ കിട്ടിയിരിക്കുന്നു. സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചവരെ പോലീസ് സംരക്ഷിക്കുകയാണെന്നും നേതാക്കൾ അറിയാതെ ഈ കാഫീർ പ്രയോഗം വരില്ലെന്നും കോൺഗ്രസ് പറഞ്ഞത് തിരുത്തി പറയാൻ വരെ ഇതുവരെ CPM-ന് കഴിഞ്ഞിട്ടില്ല. നിലവിലുള്ള സത്യാവസ്ഥ അട്ടിമറിക്കാൻ ശ്രമിച്ചത് ആരാണെന്നും അതിന്റെ പിന്നിലാരാണെന്നും കണ്ടെത്തണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം പോലീസിനും ഇനി ഏറ്റെടുക്കാതിരിക്കാൻ കഴിയില്ല. മതവിദ്വേഷം ഉണ്ടാക്കുന്ന വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് CPM-നെ പിന്തുണക്കുന്ന സൈബർ ഹാൻഡിലുകളാണെന്നാണ് പോലീസ് കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. ആ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ KK ശൈലജ ഒഴികെയുള്ള പാർട്ടി നേതൃത്വം എല്ലാം നിശബ്ദത പാലിക്കുകയാണ്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറുകയാണ്. CPM വനിതാ നേതാക്കളായ ശൈലജയും ലതികയും ഇതിന്റെ പേരിൽ തമ്മിൽ തല്ലുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കാഫീർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് DYFIയുടെ വടകര ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് രാമകൃഷ്ണൻ അഡ്മിനായ റെഡ് എൻകൗണ്ടർ എന്ന വാട്സപ്പ് ഗ്രൂപ്പിലാണ് എന്നത് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. എന്നാൽ റിബേഷിനെതിരെ ഇതുവരെ കേസെടുത്തിട്ടില്ല, പാർട്ടി നടപടിയെടുത്തിട്ടില്ല. അങ്ങനെ എടുത്താൽ ആ പാർട്ടി തന്നെ ഇല്ലാതാകും. നാളെ നടക്കാനിരിക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം ചർച്ച ചെയ്യുമെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ഇന്ന് DYFI അധ്യക്ഷൻ പറഞ്ഞതുപോലെ CPM-ന്റെ സെക്രട്ടറിയും നാളെ വന്ന് ഇതൊരബദ്ധമാണെന്ന് തന്നെ പറയും. ഒരു സംശയവും വേണ്ട. നടപടിയും ഉണ്ടാകില്ല, ഒരു അന്വേഷണവും ഉണ്ടാകില്ല. പക്ഷേ സംഭവിച്ചതല്ല അബദ്ധം, ഈ പാർട്ടി തന്നെ ഒരു അബദ്ധമാണെന്ന തിരിച്ചറിവ് ജനങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു.